തന്റെ സിനിമാ ലൊക്കേഷനിൽ കയറി ചെന്ന വടക്കാഞ്ചേരിക്കാരായ രണ്ട് സഹോദരങ്ങളെ സംവിധായകൻ ഭരതൻ മടക്കി അയച്ചില്ല. അവരുടെ ഹ്യൂമർ ടൈമിങ്ങും കലയോടുള്ള ആവേശവും കണ്ട് ആർട്ടിസ്റ്റ് ക്യാമ്പുകളിൽ മിമിക്രി ചെയ്യിച്ചും സ്കിറ്റ് ചെയ്യിച്ചും അവരെ കൂടെ നിർത്തി. നവാസും നിയാസും 1974 ഏപ്രിൽ 27 വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിക്കുന്നത്. ഒരുപക്ഷെ നാടകവും സിനിമയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ പിതാവ് അബൂബക്കർ തന്നെയായിരിക്കും കലാരംഗത്തേക്കുള്ള കടന്നുവരവിന് കാരണമായത്. മിമിക്രി കലാകാരന്മാരായി തുടങ്ങിയ ജയറാമും സൈനുദ്ദീനുമായിരുന്നു നവാസിന്റെ പ്രചോദനം. തുടക്കകാലത്ത് ചെറിയ വേദികളായി മിമിക്രി കളിച്ചു തുടങ്ങിയ നവാസ് പിന്നീട് കലാഭവനിൽ ചേരുകയും പ്രൊഫഷണൽ മിമിക്രി രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ശേഷം കലാഭവൻ തന്റെ പേരിനൊപ്പം കൂട്ടി കലാഭവൻ നവാസ്. 1995 പുറത്തിറങ്ങിയ ചൈതന്യത്തിലായിരുന്നു നമ്മൾ ആദ്യമായി നവാസിനെ സ്ക്രീനിൽ കണ്ടത്. പിന്നീട് ഏഴരക്കൂട്ടം, മിമിക്സ് ആക്ഷൻ 500, ജൂനിയർ മാൻഡ്രിക്, മാട്ടുപെട്ടി മച്ചാൻ, ചന്ദാമാമ, വൺ മാൻ ഷോ, വെട്ടം, ചട്ടമ്പിനാട്, ABCD തുടങ്ങിയ സിനിമകളിലൂടെ കലാഭവൻ നവാസ് നമുക്ക് പ്രിയങ്കരനായി. അവസാനം നമ്മൾ അദ്ദേഹത്തെ കണ്ടത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലാണ്. സ്ക്രീനിൽ തമാശ പറഞ്ഞും ഹൈ എനർജി കൊണ്ടും എന്നെന്നും ഓർത്തിരിക്കാൻ പെർഫോമൻസുകൾ ഒരുപാട് തന്നപ്പോഴും സ്റ്റേജിലെ എനർജി ബൂസ്റ്റർ നവാസ് എന്നും ബെഞ്ച് മാർക്കാണ്. പ്രേക്ഷകരെ പെട്ടെന്ന് കയ്യിലെടുത്തിരുന്ന സ്പോണ്ടേനിയസ് ഹ്യൂമർ കൊണ്ട് രസിപ്പിച്ചിരുന്ന ആ നവാസ് ഇനി ഇല്ല. സ്ക്രീനിൽ കണ്ടിരുന്ന കലാഭവൻ നവാസിന്റെ കഥാപാത്രങ്ങൾക്കും റിയൽ ലൈഫിൽ കണ്ടിരുന്ന നവാസിനും സാമ്യതകളും ഏറെയായിരുന്നു. അധികമൊന്നും ആ കഥാപാത്രങ്ങളെ നമ്മൾ ആരും വെറുത്തിട്ടില്ല. ഭൂരിഭാഗം കഥാപാത്രങ്ങളെയും കലാഭവൻ നവാസിനെയും നമ്മൾ എന്നും ഒരു ചെറിയ ചിരിയോടെയും സ്നേഹത്തോടെയും ഓർക്കുമെന്ന് ഉറപ്പാണ്. കലാഭവൻ നവാസ് എന്ന പേര് പറയുമ്പോൾ തന്നെ വളരെ യുണീക്കായ ശബ്ദത്തിലുള്ള നവാസിന്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ഒരു ഹോട്ടൽ മുറിയിൽ ഇന്നലെ വൈകുന്നേരം മരിച്ച നിലയിൽ കലാഭവൻ നവാസിനെ കണ്ടെത്തിയെന്നത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. ആ ഞെട്ടലിൽ നിന്ന് മറികടക്കാൻ, എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ ഒരു പിടി മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് തന്ന കലാഭവൻ നവാസ് സ്ക്രീനിൽ ഇനിയും ജീവിക്കട്ടെ. റെസ്റ്റ് ഇൻ ആർട്ട്.